ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എരിവ് വേണ്ടവർക്ക് സാധാ മുളക് പൊടി ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് സുറുക്കിയും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ബീഫ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണതാണ് നല്ലതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബീഫിന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിക്കാൻ വെക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് ഓൾറെഡി നമ്മുടെ ബീഫിൽ വെള്ളം ഉണ്ടാവും വേവിക്കുന്ന സമയത്ത്. പിന്നെ കുക്കറിൽ ഇടുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എങ്ങാനും അടി പിടിച്ചാലോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിക്കാനുള്ള ബിരിയാണിക്ക് ഇടാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള ക്യാരറ്റും ഉള്ളിയും അരിയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാട്ടെ. ഞാൻ ഈ രീതിയിൽ അരിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഉള്ളിയരിയൽ എന്ന് പറയുന്നത് നല്ല മടിയാണ്. അത് കാരണം നല്ല അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാവാറില്ല. ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ ഉള്ളിയരിയൽ എന്നുള്ളത്. കാരണം നല്ലോണം വെള്ളം വരും, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഉള്ളിയും ക്യാരറ്റും കൂടിയിട്ട് അതിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. ക്യാരറ്റും ഉള്ളിയും വേണമെങ്കിൽ സെപ്പറേറ്റ് വറുത്ത് കോരി എടുക്കുക. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചാണ് കേട്ടോ വറുത്ത് കോരി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണല്ലോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾക്കത് കോരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കമുന്തിരി ഇട്ടു കേട്ടോ. ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പുള്ളവർക്ക് അതും ഇടാം കേട്ടോ. നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാരണമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറത്തെ ബീഫ് നോക്കുകയാണ്. ബീഫ് ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊരു ചട്ടിയിലേക്ക് പൊരിക്കാനിട്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ടത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഓൾറെഡി വെന്ത കാരണം നമ്മളത് അങ്ങോട്ട് പൊരിച്ചെടുക്കണുള്ളൂ. അത് എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സന്തോഷത്തിലിരിക്കുമ്പോൾ അതാ പോണ് സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണില്ല. മൊത്തം എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ്. എന്തെന്നോട് ഇത്ര ദേഷ്യം എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് കേട്ടോ അടുത്തുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ബീഫും പൊരിച്ച എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ വാടിയതിന് ശേഷം നമ്മൾ ഈ ബീഫ് വേവിച്ചെടുത്ത അതിൻ്റെ അതിന് നമ്മൾ ബീഫ് ഊറ്റിയതിൻ്റെ ബാക്കി ആ വെള്ളം ഉണ്ടാവുമല്ലോ, ആ മസാല വെള്ളം, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അതിന് വെള്ളം ഒഴിച്ച കാരണമാണ് ഇത്ര, അല്ലെങ്കിൽ ബീഫിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമുക്കത് നന്നായി വറ്റിച്ചെടുക്കുക. ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ തൈര് ഒഴിക്കാം കേട്ടോ. തൈര് ഇവിടെ നമ്മുടെ കട്ടത്തൈരാണ് കിട്ടുന്നത്. നല്ല തൈര് ഉണ്ടെങ്കിൽ അതൊഴിക്കും. ഇത് പുളി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ബീഫ് പൊരിച്ചെടുത്ത ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണ്ടവർക്കൊക്കെ ഉപ്പിടാം. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ടോ. നമ്മൾ ഓൾറെഡി ബീഫിലിട്ട കാരണം അധികം ഇടേണ്ട ആവശ്യമില്ല. എന്നാലും ടേസ്റ്റ് നോക്കിയിട്ട് അതിനാവശ്യമുള്ളത് ഇടാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കൊരു പാൻ എടുത്തിട്ട് ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ എടുത്ത് അതിലേക്ക് പാന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള മസാല അല്ലേ, ബീഫിൻ്റെ മസാല, അത് ഒഴിക്കുക കേട്ടോ. അത് അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഓൾറെഡി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കമുന്തിരിയും ക്യാരറ്റും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് ഇത് മെൽറ്റ് ചെയ്തല്ല, അത് കട്ടായത് കാരണമാണ് കേട്ടോ ഇങ്ങനെ. അത് ഒഴിച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെച്ചാൽ സൂപ്പർ ബിരിയാണി ആയിട്ടോ. ഓക്കെ, ബായ്.